ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 2-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശ്ർ മാ ലനൻതും അൻ യഖ്റുജൂ വലന്നൂ അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹി ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബൂ വഖദഫ ഫീ ഖുലൂബിഹിമുർ റഅബ് യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം വഐദിൽ മുഅ്മിനീന ഫഅതബിറൂ യാ ഉലിൽ അബ്സാർ. കഴിഞ്ഞ ദിവസം ഈ സൂറത്തിലെ 2-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവാണ് നളീർ ഗോത്രത്തെ ആദ്യത്തെ തുരത്തിൽ തന്നെ അവരുടെ പാർപ്പിടങ്ങളിൽ നിന്ന് പുറത്താക്കിയത്. ശേഷം അള്ളാഹു പറയുന്നു, മാ ലനൻതും അൻ യഖ്റുജു വലന്നു അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹി ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബൂ ഫഖദഫ ഫീ ഖുലൂബിഹിമുർ റഅബ യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം വഐദിൽ മുഅ്മിനീന ഫഅതബിറൂ യാ ഉലിൽ അബ്സാർ. മാ ലനന്തും, ലന്ന എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു, വിചാരിച്ചു, ധരിച്ചു എന്നൊക്കെയാണ്. അതിൻ്റെ കൂടെ അൻതും എന്ന് ചേർക്കുമ്പോൾ ലന്ന അൻതും എന്നല്ല വരിക, ലനന്തും എന്നാണ് വരിക. അത് നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. ലനന്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു, ലന്ന എന്ന് പറഞ്ഞാൽ വിചാരിച്ചു, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. അപ്പോൾ ലന്നയുടെ കൂടെ അൻതും എന്ന് ചേർന്നതാണ് ലനന്തും, നിങ്ങൾ വിചാരിച്ചു. അതിൻ്റെ മുമ്പിൽ മാ എന്ന് വന്നാൽ ഇല്ല എന്നർത്ഥം കിട്ടും. മാ ലനന്തും, നിങ്ങൾ വിചാരിച്ചില്ല, നിങ്ങൾ ധരിച്ചില്ല, നിങ്ങൾ ചിന്തിച്ചില്ല. എന്ത്? ഐ യഖ്റുജു. ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നു അല്ലെങ്കിൽ പുറത്തു പോയി എന്നൊക്കെയാണ്. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി എന്നാണ്. ഖറജ പുറപ്പെട്ടു അല്ലെങ്കിൽ പുറത്തു പോയി. അതിൻ്റെ മുളാരി യഖ്റുജു, പുറത്തു പോകും, പുറത്തു പോകുന്നു. അതിൻ്റെ ബഹുവചന രൂപം യഖ്റുജൂന, അവർ പുറത്തു പോകും, അവർ പുറത്തു പോകുന്നു. അതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ അൻ യഖ്റുജൂന എന്നല്ല, അൻ യഖ്റുജൂ എന്നായി മാറും. അൻ എന്നാവുമ്പോൾ എന്നുള്ള അർത്ഥം കിട്ടും. അതായത് അൻ യഖ്റുജൂ, അവർ പുറത്തു പോകുമെന്ന്. വെറും യഖ്റുജൂന പറയുമ്പോൾ അവർ പുറത്തു പോകും. അൻ യഖ്റുജൂ, അവർ പുറത്തു പോകുമെന്ന്. വലന്നു, വാവ് അത്ഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്ന കാര്യവും. ലന്നു, ലന്ന എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. ലന്നു, അവർ ചിന്തിച്ചു. വലന്നു, അവർ ചിന്തിക്കുകയും ചെയ്തു. അന്നഹും, അന്ന തീർച്ചയായും, ഹും അവർ, അന്നഹും തീർച്ചയായും അവർ, നിശ്ചയമായും അവർ. മാനിഅതുഹും, മനഅ എന്ന് പറഞ്ഞാൽ തടഞ്ഞു എന്നാണ്. മാനിഅത്ത് എന്ന് പറഞ്ഞാൽ തടയുന്നത്. മാനിഅതുഹും, അവരെ തടയുന്നതാണെന്ന്. എന്ത്? ഹുസൂനുഹും. ഹിസുനുൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ താവളം, കോട്ട എന്നൊക്കെ അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് ഹുസൂൻ, കോട്ടകൾ. ഹസ്വന എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി. അഹ്സ്വന, സുരക്ഷിതത്വം നൽകി. ഹെസ്നുൻ ജമ്മ് ഹുസൂൻ, കോട്ടകൾ. അപ്പോൾ ഹുസൂനുഹും, അവരുടെ കോട്ടകൾ. ഹും എന്ന് പറഞ്ഞാൽ അവരുടെ. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്. ഫ അതാഹുമുല്ലാഹു, ഫ എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ. അതാഹും, അതാ എന്ന് പറഞ്ഞാൽ വന്നു, ജാ എന്നുള്ള അർത്ഥം. ചെന്നു അല്ലെങ്കിൽ വന്നു എന്നൊക്കെ പറയാം. ഹൽ അത്താക്ക നമ്മൾ പഠിച്ചതാണല്ലോ. ആത്താ എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്. ആത്താ, ഇത് അത്താ എന്നാണ്. അത്താ എന്ന് പറഞ്ഞാൽ വന്നു അല്ലെങ്കിൽ ചെന്നു എന്നൊക്കെ അർത്ഥം. ഫ അപ്പോൾ, അത്താ വന്നു അല്ലെങ്കിൽ ചെന്നു. ഹും അവരിലേക്ക്, അവരുടെ അടുക്കിലേക്ക്. ഫ അത്താഹും അപ്പോൾ അവരിലേക്ക് ചെന്നു. ആര്? അള്ളാഹു.
ഫ അത്താഹുമുല്ലാഹു, അപ്പോൾ അള്ളാഹു അവരിലേക്ക് ചെന്നു. മിൻ ഹൈസു, ഹൈസു എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞാൽ സ്ഥലത്ത്, സ്ഥാനത്ത് എന്നൊക്കെയാണ്. മിൻ ഹൈസു എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം വിധത്തിൽ, ആ വിധേന എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിൽ, ആ വിധത്തിൽ എന്നൊക്കെ പറയില്ലേ, അതിനാണ്. അത് അടുത്തും കൂടെ പറയുമ്പോഴാണ് അർത്ഥം കിട്ടുക. മിൻ ഹൈസു, വിധത്തിൽ. ലം യഹ്തസിബു, ഇഹ്തസബ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു, ചിന്തിച്ചു, കണക്കാക്കി എന്നൊക്കെയാണ്. ഹിസാബ്. യഹ്തസിബു എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നു അല്ലെങ്കിൽ വിചാരിക്കും, കണക്കാക്കുന്നു അല്ലെങ്കിൽ കണക്കാക്കും. യഹ്തസിബൂന, അവർ കണക്കാക്കും, അവർ കണക്കാക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യഹ്തസിബൂ എന്നാവും. അവർ കണക്കാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം കിട്ടുക, അവർ വിചാരിച്ചിട്ടില്ല. അപ്പോൾ മിൻ ഹൈസു എന്ന് പറഞ്ഞാൽ വിധത്തിൽ, ലം യഹ്തസിബൂ അവർ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ചിട്ടില്ലാത്ത വിധത്തിൽ, അവർ കണക്കാക്കിയിട്ടില്ലാത്ത വിധത്തിൽ. വ ഖസഫ, വ അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. ഖസഫ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു എന്നൊക്കെയാണ്. വ ഖസഫ, എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഫീ ഖുലൂബിഹിം, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഖൽബിൻ്റെ ബഹുവചനമാണ്. ഖൽബ് ഹൃദയം, ഖുലൂബ് ഹൃദയങ്ങൾ. ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ. ഫീ എന്ന് മുമ്പിൽ വരുമ്പോൾ ഫീ ഖുലൂബിഹിം എന്നാവും, അവരുടെ ഹൃദയങ്ങളിൽ. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ. എന്ത്? അർ-റുഅബ, റഅബ എന്ന് പറഞ്ഞാൽ പേടിച്ചു എന്നാണ്. റഅബ് അല്ലെങ്കിൽ റുഅബ് എന്നൊക്കെ പറഞ്ഞാൽ പേടി എന്നാണ്. അപ്പോൾ വ ഖസഫ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഇട്ടുകൊടുത്തു. അർ-റുഅബ, പേടി അല്ലെങ്കിൽ ഭയം. യുഖ്രിബൂന, അഹ്റബ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നാണ്. അഹ്റബ നശിപ്പിച്ചു. ഖറബ എന്ന് പറഞ്ഞാൽ നശിച്ചു. ഖറാബ്, അതൊക്കെ വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല പരിചയമുള്ള വാക്കായിരിക്കും. ഖറാബായി അല്ലെങ്കിൽ ഖർബാനായി എന്നൊക്കെ പറയും, നാശമായി എന്നുള്ളതിന്. അപ്പോൾ അഹ്റബ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. യുഖ്രിബു, നശിപ്പിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കും. യുഖ്രിബൂന, അവർ നശിപ്പിക്കുന്നു. ബുയൂത്തഹും, ബൈത്തിൻ്റെ ജംആണ് ബുയൂത്ത്, വീടുകൾ. ബൈത്ത് വീട്, ബുയൂത്ത് വീടുകൾ. ബുയൂത്തഹും അവരുടെ വീടുകളെ. ബി ഐദീഹിം, യദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഐദിൻ. ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഐദിൻ എന്ന് പറഞ്ഞാൽ കൈകൾ, ഹും എന്ന് പറഞ്ഞാൽ അവർ. ചേർത്ത് പറയുമ്പോൾ ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട്. വ ഐദിൽ മുഅ്മിനീൻ, വ അത്ഫിൻ്റെ വാവാണ്, ഇതും ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ. ഐദിൽ മുഅ്മിനീൻ, ഐദ് കൈകൾ, അൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ. ആമന വിശ്വസിച്ചു, മുഅ്മിൻ വിശ്വാസി, മുഅ്മിനൂൻ വിശ്വാസികൾ. അത് ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് മുഅ്മിനീൻ എന്നായി. അപ്പോൾ വ ഐദിൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും. ഫഅ്തബിറൂ, എഴുത്തബറ എന്ന് പറഞ്ഞാൽ ഗുണപാഠം ഉൾക്കൊണ്ടു എന്നാണ്, അല്ലെങ്കിൽ ഉറ്റാലോചിച്ചു, ചിന്തിച്ചു എന്നൊക്കെ. അതിൻ്റെ കൽപ്പനക്രിയയാണ് എഴുത്തബിർ, നീ ഗുണപാഠം ഉൾക്കൊള്ളു, നീ പാഠം ഉൾക്കൊള്ളു. അത് കുറേ പേരോട് പറയുമ്പോൾ എഴുത്തബിറൂ, നിങ്ങൾ പാഠം ഉൾക്കൊള്ളുവീൻ, നിങ്ങൾ ഉറ്റാലോചിക്കുവീൻ. അതിൻ്റെ മുമ്പിലൊരു ഫ ഉണ്ട്, അപ്പോൾ അല്ലെങ്കിൽ എന്നാൽ. ഫഅ്തബിറൂ, എന്നാൽ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുവീൻ, എന്നാൽ നിങ്ങൾ ഉറ്റാലോചിക്കുവീൻ. യാ ഉലിൽ അബ്സ്വാർ, യാ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്, നിദാഇന് വേണ്ടിയിട്ട്. ഹേ എന്നൊക്കെ പറയില്ലേ. ഉലി എന്ന് പറഞ്ഞാൽ ഉള്ള എന്നുള്ള അർത്ഥത്തിൽ. അബ്സ്വാർ എന്നുള്ളത് ബസ്വറുൻ എന്നുള്ളതിൻ്റെ ബഹുവചനാണ്. ബസ്വറ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. ബസ്വറുൻ കണ്ണ് അല്ലെങ്കിൽ കാഴ്ച. അബ്സ്വാർ കണ്ണുകൾ അല്ലെങ്കിൽ കാഴ്ചകൾ. അപ്പോൾ യാ ഉലിൽ അബ്സ്വാർ, കണ്ണുകൾ ഉള്ളവരെ അല്ലെങ്കിൽ കാഴ്ചകൾ ഉള്ളവരെ. നമുക്ക് ഈ ആയത്തിൻ്റെ ഇന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം. മാ ലനൻതും ഐ യഖ്റുജു വലന്നു അന്നഹും മാനിഅത്തുഹും ഹുസൂനുഹും മിനല്ലാഹ്, നിങ്ങൾ വിചാരിച്ചിട്ടില്ല അവർ പുറത്തു പോകുമെന്ന്. അവർ വിചാരിച്ചു അവരുടെ കോട്ടകൾ അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് തടയുന്നതാണ് എന്ന്. ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബൂ, അപ്പോൾ
അവർ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവരിലേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി അവരിലേക്കെത്തി, അള്ളാഹുവിൻ്റെ തീരുമാനം അവരിലേക്കെത്തി, അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്കെത്തി. വ ഖസഫ ഫീ ഖുലൂബിഹിമുർ റഅബ, അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ പേടി ഇട്ടുകൊടുക്കുകയും ചെയ്തു. യുഹരിബൂന ബുയൂത്തഹും, അവർ അവരുടെ വീടുകൾ നശിപ്പിക്കുന്നു. ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട്. വ ഐദിൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും. ഫഅ്തബിറൂ യാ ഉലിൽ അബ്സ്വാർ, അപ്പോൾ കാഴ്ചയുള്ളവരെ, കണ്ണുകളുള്ളവരെ, നിങ്ങൾ ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവീൻ. ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിലേക്ക് ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഈ ഒരു സൂറത്തിൽ 3 റുക്കൂഴുകളാണെന്ന് പറഞ്ഞു. എവിടെയൊക്കെയാണ് ആ 3 റുക്കൂഴുകൾ? ആദ്യത്തെ ആയത്ത് മുതൽ 10ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് 1ാമത്തെ റുക്കൂഴ്. 11 മുതൽ 17 വരെയുള്ള ആയത്തുകൾ ചേർന്നതാണ് 2ാമത്തെ റുക്കൂഴ്. 18 മുതൽ അവസാനത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് 3ാമത്തെ റുക്കൂഴ്. അതുപോലെ തന്നെ ബിർ മൗന എന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ആളുകളെ പറഞ്ഞയച്ചിരുന്നു. അവർ ഖുർആൻ പണ്ഡിതന്മാരായിരുന്നു, ഖുർആൻ മനപ്പാടമുള്ള ഖുർആൻ ഖാരികളായിരുന്നു. അവരെ വഴിയിൽ വെച്ച് കൊന്ന ഒരു സംഭവം പറഞ്ഞു. ആ ഒരു സംഗതിക്ക് ശേഷം ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരങ്ങളിൽ കുനൂത്ത് നിർവഹിച്ചിരുന്നു. എല്ലാ നിസ്കാരങ്ങളിലും കുനൂത്ത് നിർവഹിച്ചിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ഗോത്രങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഖൈനുഖാ ഗോത്രത്തെ ആദ്യം നാടുകടത്തി, പിന്നീട് നദീർ ഗോത്രത്തെ നാടുകടത്തുന്ന കാര്യമാണ് ഈ സൂറത്തിൽ വരുന്നതെന്ന് പറഞ്ഞു. ഖുറൈള ഗോത്രമുണ്ട്. ആ ഗോത്രത്തെ പിന്നീട് അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരിലെ പുരുഷന്മാരെല്ലാം മരിച്ചു പോവുകയാണ് ചെയ്തത്. ആ ഗോത്രവും അങ്ങനെ അവിടുന്ന് ഇല്ലാതാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നദീർ ഗോത്രത്തെ അവിടുന്ന് പുറത്താക്കുന്ന സമയത്ത് ആയുധങ്ങളല്ലാത്ത മറ്റ് സാധനങ്ങൾ അവർക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അത് ചില റിപ്പോർട്ടുകളിൽ അവർക്ക് ആയുധങ്ങളില്ലാത്ത മറ്റെല്ലാം കൊണ്ടുപോകാമെന്നും, ചില റിപ്പോർട്ടുകളിൽ ഓരോ 3 കുടുംബത്തിനും ഒരൊട്ടകപ്പുറത്ത് കൊണ്ടുപോകാവുന്ന അത്രയും സാധനങ്ങൾ എന്ന രൂപത്തിലും കാണാൻ സാധിക്കും. ശരി, നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ ഭാഗത്തിലേക്ക് വരാം. ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് കാണാൻ സാധിക്കും, നിങ്ങൾ വിചാരിച്ചിട്ടില്ല അവർ പുറത്തു പോകുമെന്ന്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ വിചാരിച്ചിട്ടില്ല അവരങ്ങനെ ആ തരത്തിൽ പുറത്തു പോകുമെന്നുള്ള കാര്യം സത്യവിശ്വാസികൾ വിചാരിച്ചിട്ടില്ല. കാരണം അവർക്ക് ഒരുപാട് ആയുധങ്ങളുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തു പോകും എന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. യാതൊരു ഏറ്റുമുട്ടലുമില്ലാതെ അവർ കീഴടങ്ങും എന്നൊരിക്കലും സത്യവിശ്വാസികൾ വിചാരിക്കൂല. കാരണം അത്രയ്ക്ക് ആയുധങ്ങളും ശക്തിയുമൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പുറത്തുപോക്ക്, യാതൊരു ഏറ്റുമുട്ടലും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെയുള്ളൊരു പുറത്തുപോക്ക് സത്യവിശ്വാസികൾ വിചാരിച്ചിട്ടില്ല. അള്ളാഹുവോട് പറയാണ്, നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഈ രൂപത്തിൽ അവർ പുറത്തു പോകുമെന്ന്. ഇനി അവരെന്താ വിചാരിച്ചത്? ആ ജൂതന്മാർ, നദീർ ഗോത്രക്കാർ അവരെന്താ വിചാരിച്ചത്? അവർ വിചാരിച്ചത് അവരുടെ കോട്ടകൾക്കൊക്കെ നല്ല ശക്തിയുണ്ട്. ആ കോട്ടകളുടെ ഉള്ളിൽ അവർ നിന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കൂല. അവർക്ക് മുഴുവൻ സംരക്ഷണവും കിട്ടുമെന്നാണ് വിചാരിച്ചത്. ആ കോട്ടകൾ അവരെ സംരക്ഷിക്കും. അള്ളാഹുവിൽ നിന്ന് സംരക്ഷിക്കും എന്നൊരു പദപ്രയോഗം അവിടെ വരുന്നുണ്ട്. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ വേണ്ട രൂപത്തിൽ അള്ളാഹുവിന് പരിഗണന കൊടുക്കാത്ത ആളുകളായിരുന്നു ജൂതന്മാർ. അള്ളാഹു ഉണ്ട് എന്നൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. അഹ്ലുൽ കിതാബാണല്ലോ, വേദഗ്രന്ഥം ഇറങ്ങിയ ആളുകളാണ്. പക്ഷേ അവർക്ക് അള്ളാഹുവിന് അവർ വേണ്ട രൂപത്തിൽ പരിഗണന കൊടുത്തിരുന്നില്ല. യാക്കൂബ് നബിയുടെ ചരിത്രം എഴുതിയ സ്ഥലത്ത് ജൂതഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, അള്ളാഹുവും യാക്കൂബ് നബിയും നേരം പുലരുവോളം തമ്മിൽ ഏറ്റുമുട്ടി എന്നൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് നേരം പുലരുവോളം ഏറ്റുമുട്ടിയിട്ടും യാക്കൂബ് നബിയെ തോൽപ്പിക്കാൻ അള്ളാഹുവിന് സാധിച്ചില്ല. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, എന്താണ് നിൻ്റെ പേര്? അപ്പോൾ യാക്കൂബ് നബി മറുപടി പറഞ്ഞു, യാക്കൂബ് എന്ന്. പേര് ചോദിച്ചിട്ട് വേണോ അള്ളാഹുവിന്? ശരി, അങ്ങനെ യാക്കൂബ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹു അതിന് തിരിച്ചു മറുപടി പറഞ്ഞു, ഇനി മുതൽ നിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരർത്ഥം പറയുന്നത്, ജൂതന്മാർ അർത്ഥം പറയുന്നത് അള്ളാഹുവുമായി ഏറ്റുമുട്ടിയവൻ എന്നാണ്. ശരിക്കും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. ഈൽ അള്ളാഹു, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ശരിക്ക്. അങ്ങനെയൊക്കെയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അവരെപ്പോഴും അള്ളാഹുവിനെ ആ ഒരു രൂപത്തിലേ കാണുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ ആ ഒരു ശക്തിയിലും കഴിവിലൊക്കെ അവർ ആ രൂപത്തിലേ കാണുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കോട്ടകളുണ്ട്, ഞങ്ങൾക്ക് സംരക്ഷണമേകാൻ എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന്, മിനല്ലാഹി എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൽ നിന്ന് എന്തും തടുക്കാൻ അവർക്ക് കഴിയും. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ, സത്യവിശ്വാസികൾ, അവരിൽ നിന്നുള്ള എന്തും തടുക്കാൻ ഞങ്ങൾക്ക് ഈ കോട്ടയുണ്ട്. ആ രൂപത്തിലും അതിന് വിശദീകരണം കൊടുക്കാം. പിന്നീട് നമുക്കവിടെ കാണാൻ സാധിക്കും അള്ളാഹു പറയുന്നത്, അവർ വിചാരിക്കാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം അവരിലേക്കെത്തി. അള്ളാഹു അവരിലേക്ക് ചെന്നു എന്നാണ്. അള്ളാഹു അവരിലേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു പദപ്രയോഗം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവരിലേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അവരിലേക്ക് ചെന്നു എന്നർത്ഥം. അള്ളാഹുവിൻ്റെ വിധി അവരിലേക്ക് ചെന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവരൊരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് അള്ളാഹുവിൻ്റെ തീരുമാനം അവരിലേക്ക് എത്തിയത്. ഒരിക്കലും അവരങ്ങനെ വിചാരിച്ചിട്ടില്ല. ആ രൂപത്തിലുള്ള ഒരു കീഴൊതുങ്ങൽ അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയായിരിക്കും. ഇപ്പോൾ ഫിർഔൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫിർഔൻ ഇസ്രായേലിൽ നിന്നുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നു. അതിൻ്റെ കാരണം എന്തായിരുന്നു? തനിക്ക് ഭീഷണിയാവുന്ന ഒരു കുട്ടി വരുമെന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഭരണത്തെ ഇല്ലാതാക്കുന്ന ഒരു കുട്ടി വരുമെന്ന് പേടിച്ചിട്ട്. പക്ഷേ എന്താണ് അള്ളാഹു ചെയ്തത്? ആ കൊട്ടാരത്തിൽ തന്നെ ആ കുട്ടിയെ വളർത്തി. അതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, വിചാരിക്കാത്ത രൂപത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഈ ഒരു നളീർ ഗോത്രവും ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിലാണ് അവർക്ക് സംഭവിച്ചത്. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു പേടി ഇട്ട് കൊടുക്കുക ചെയ്തത്. ശരിക്കും നോക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. അവരാ കോട്ടയിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കും ജയിക്കുക. കാരണം ആയുധബലവും അംഗബലവും ഒക്കെ അവർക്ക് നല്ലോണം ഉണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് തോന്നിയില്ലല്ലോ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഏറ്റുമുട്ടണം എന്നുള്ളത്. അവരുടെ ഉള്ളിൽ പേടി വന്നു. ആരാണ് ആ പേടി ഇട്ട് കൊടുത്തത്? അള്ളാഹു ആണ് അവരുടെ ഹൃദയങ്ങളിൽ പേടി ഇട്ട് കൊടുത്തത്. ആ പേടി ഇട്ട് കൊടുത്തതോടുകൂടെ അവർക്ക് പിന്നെ ആകെ പ്രശ്നമായി. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്നായി. അപ്പോൾ അള്ളാഹു ആണ് അവരെ പുറത്താക്കിയത്. അള്ളാഹു അവരുടെ ഹൃദയങ്ങളിലേക്ക് പേടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അവരുടെ കൈകൾ കൊണ്ടും സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും അവരുടെ വീടുകൾ പൊളിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തിനാണ് അവരുടെ വീടുകൾ പൊളിച്ചത്? അവരുടെ വീടുകൾ പൊളിച്ചത് നമുക്ക് ഖുർആൻ്റെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഒന്ന്, അത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അവർ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തൊരു കാര്യം, ഇത് പിന്നീട് മുസ്ലിങ്ങൾക്ക് ഉപകരിക്കരുത്, ഉപകാരത്തിന് കിട്ടരുത്. അവരവിടം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ സൗകര്യങ്ങളൊന്നും മുസ്ലിങ്ങൾ ഉപയോഗിക്കരുത്, അതിനു വേണ്ടിയിട്ട് നശിപ്പിക്കുക. മൂന്നാമത്തത്, ആയുധങ്ങളാക്കിയിട്ട്. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അവർ അത് ആയുധങ്ങളാക്കാൻ വേണ്ടിയിട്ട് ആ വീടുകൾ പൊളിച്ചു, അതിൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ആയുധങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അവരത് പൊളിച്ചു എന്നൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ശരി, മുഅ്മിനീങ്ങളുടെ കൈകൾ കൊണ്ടും പൊളിച്ചു എന്ന് പറയുന്നു. അതെന്താണ് സംഗതി? ഇവർ ഈ ഒരു കോട്ടയുടെ ഉള്ളിലിരിക്കുന്ന സമയത്ത് അവർക്ക് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവർ പുറത്ത് ഇറങ്ങണമല്ലോ, അവരതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അവർ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്, അവർക്ക് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മുസ്ലിങ്ങൾ അവിടെയുള്ള ചില ഈത്തപ്പനകളൊക്കെ മുറിച്ചു. അത് അള്ളാഹു പറഞ്ഞിട്ടാ. ശരിക്ക് പറഞ്ഞാൽ ഒരു യുദ്ധത്തിൻ്റെ സമയത്തും മറ്റൊന്നും മരങ്ങൾ മുറിക്കൂല, ഈത്തപ്പനകളൊന്നും മുറിക്കൂല. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അങ്ങനെ ചെയ്യാൻ. ആ രൂപത്തിൽ അവർക്ക് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തു. മാത്രമല്ല കോട്ടയുടെ പുറം ഭാഗത്തുള്ള ചില വീടുകളൊക്കെ ആ തരത്തിൽ പൊളിക്കുകയും ചെയ്തു, അവർക്കൊരു പ്രകോപനം ഉണ്ടാക്കാൻ, അവർ പുറത്തു വരാൻ വേണ്ടിയിട്ട്. അതാണ് മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ടും എന്ന് പറഞ്ഞത്. മറ്റു ചില വ്യാഖ്യാതാക്കൾ അതിനെ എടുത്തു പറഞ്ഞിരിക്കുന്നത്, അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് മുസ്ലിങ്ങളും അവർക്ക് കൊടുത്തു. അവർക്ക് ആ തരത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തു. അതാണ് മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ടും പൊളിച്ചു എന്ന് പറയുന്ന നല്ല രൂപത്തിലും വിശദീകരണങ്ങൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ വിശദീകരണമാണ് കുറച്ചും കൂടെ യോജിച്ചതായിട്ട് തോന്നുന്നത്. എന്നിട്ട് ഈ ഒരു ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയാണ്, കാഴ്ചകളുള്ളവരെ, കണ്ണുകളുള്ളവരെ, നിങ്ങൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവീൻ. എന്ത് പാഠമാണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്? ഇത് എല്ലാ കാലത്തുമുള്ള ആളുകൾക്കുള്ള പാഠാണ്. എത്ര തന്നെ ആയുധങ്ങളുണ്ടെങ്കിലും, എത്ര തന്നെ അംഗബലമുണ്ടെങ്കിലും, എത്ര തന്നെ ശക്തി ഉണ്ടെങ്കിലും അള്ളാഹു സത്യവിശ്വാസികൾക്ക് സഹായം നൽകും. എന്തുണ്ടാവണം? ആ സത്യവിശ്വാസികൾ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾ തന്നെ ആയിരിക്കണം. ഇസ്സത്തുള്ള, ദീനിനോട് ഇസ്സത്തുള്ള സത്യവിശ്വാസികളായിരിക്കണം.
അതല്ലാതെ പേരിന് മാത്രം മുസ്ലിങ്ങൾ, ജീവിതം മുഴുവൻ അള്ളാഹു പറഞ്ഞതിനെതിര്, ആ രൂപത്തിലുള്ള ആളുകൾക്കല്ല അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക. അള്ളാഹു പറഞ്ഞ ആ ഒരു മാർഗത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ സഹായം വരും. എത്ര വലിയ ആയുധശേഷിയുള്ള ആളുകളാണെങ്കിലും, ശത്രുക്കൾ എത്രയധികം ആയുധശേഷി ഉണ്ടെങ്കിലും അംഗബലമുണ്ടെങ്കിലും അവരെ അള്ളാഹു പരാജയപ്പെടുത്തും. ഇത് വലിയൊരു പാഠമാണ്. മാത്രമല്ല, അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയിരുന്ന മനോഹരമായ വീടുകൾ, അവർ ഉണ്ടാക്കി വച്ചിരുന്ന അവരുടെ വീടുകൾ അവരുടെ കൈകൾ കൊണ്ട് തന്നെ പൊളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ശാശ്വതമല്ല. നമ്മൾ നമ്മുടെ വീടിൻ്റെ മേലെയോ മറ്റൊന്നും ഒരുപാട് മോടി കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മളിവിടം വിട്ട് പോവേണ്ടവരാണ്. പല പാഠങ്ങളും ഈ ഒരു ആയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, ഈ ബനൂ നളീർ അല്ലെങ്കിൽ നളീർ ഗോത്രം എന്ന് പറയുന്നത് അഹ്ലുൽ കിതാബാണ്. വേദഗ്രന്ഥം ലഭിച്ച ആളുകളാണ് അവരും, ജൂതന്മാരാണ്. പക്ഷെ എന്നിട്ട് പോലും, വേദഗ്രന്ഥം ലഭിച്ച ആളുകളായിട്ട് പോലും അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയില്ല. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ വേദഗ്രന്ഥം ഉണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, മറിച്ച് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. അപ്പോഴേ അള്ളാഹുവിൻ്റെ സഹായം കിട്ടുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. കണ്ണുള്ളവരെ, നിങ്ങൾ ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളൂ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോഴും മദീനക്കടുത്ത് ഖുബാ പള്ളിയുടെ അടുത്ത് ആ ബനൂ നളീറിൻ്റെ അല്ലെങ്കിൽ നളീർ ഗോത്രത്തിൻ്റെ കോട്ടകളുടെ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും കാണാം. അപ്പോൾ അതൊക്കെ ആളുകൾ കാണുന്ന സമയത്ത് അവരുടെ ആ പണ്ടുണ്ടായിരുന്ന അവരുടെ അവസ്ഥയൊന്ന്, ആ ചരിത്രമൊന്ന് നമുക്കറിഞ്ഞിരിക്കണം. എന്താണ് അവരവിടെ നിന്ന് പോകാൻ കാരണം, എങ്ങനെയാണ് അവരെ അള്ളാഹു പുറത്താക്കിയത്, ഇതൊക്കെ നമുക്കൊന്ന് അറിയുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ ഭാഗത്ത് വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. മാ ലനന്തും, താഇൻ്റെ മുമ്പ് സുക്കൂൻ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ലനന്തും. ഐ യഖ്റുജു, യാഇൻ്റെ മുമ്പ് സുക്കൂൻ നൂന് വന്നു, ഇദ്ഗാം ബിഗുന്ന, ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഐ യഖ്റുജു. വലന്നു, നൂനിൻ്റെ ഷദ് മണിക്കണം. അവിടെ ഒരു നീട്ടലുണ്ട്, ലന്നു എന്നുള്ള നീട്ടൽ. അതിനുശേഷം അന്നഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസയാണ്. അപ്പോൾ നീട്ടലിന് ശേഷം ഹംസ വന്നു. അത് രണ്ടും വ്യത്യസ്ത പദങ്ങളിലാണ്, നീട്ടലും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മദ് മുൻഫസിൽ. അപ്പോൾ അവിടെ വലന്നു. അന്നഹും, നൂനിൻ്റെ ഷദ് മണിക്കുക. അന്നഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള മീമ്, പിന്നീട് അടുത്ത അക്ഷരം ഒരു ഹറക്കത്തുള്ള മീമ്. ഒരു ഹറക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒരൊറ്റ മീമായിട്ട് പറയാം. അപ്പോൾ അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹി, അവിടെയും ഹുസൂനുഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, പിന്നീട് വന്നത് ഹറക്കത്തുള്ള മീമ്. അവിടെയും ആ രണ്ട് മീമുകൾ ചേർത്തിട്ട് ഒന്നിച്ച് പറയാം. ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു, ഹാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ഇൽഹാർ ചെയ്യുക, വെളിവാക്കുക. അവിടെ മിൻ, ആ നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ലം യഹ്തസിബു വ ഖസഫ ഫി ഖുലൂബിഹിമു റുഅബ, അവിടെ ആ റുഅബ എന്ന് കഴിഞ്ഞിട്ട് ഒരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും പോവാം, രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. നിർത്തുകയാണെങ്കിൽ റോബ് എന്ന് പറഞ്ഞിട്ട് നിർത്തണം, ബാഇന് സുക്കൂൻ ഇടണം. അങ്ങനെ ബാഇന് സുക്കൂൻ ഇടുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂനായിട്ട് വരും. അവിടെ എടുത്ത് പറയണം, കുറച്ച് ഗൗരവത്തിൽ പറയണം. ഇനി അവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ റോബ എന്ന് പറഞ്ഞിട്ട് സാധാരണ അവിടെ എഴുതിയ പോലെ തന്നെ പോയാൽ മതി. യുഖ്രിബൂന ബുയൂത്തഹും ബി ഐദിഹിം, ബുയൂത്തഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, അതിനുശേഷം ബ ആണ്. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ അവിടെ മണിക്കണം. ബുയൂത്തഹും ബി, ഇഖ്ലാബിൻ്റെ നിയമം പറയുന്ന പോലെ ഒരല്പം ഇഖ്ഫാഓടുകൂടി മണിക്കുക. ബി ഐദിഹിം വ ഐദിൽ മുഅ്മിനീന ഫഅ്തബിറു യാ ഉലിൽ അബ്സ്വാർ. യാ ഉലി എന്നുള്ള ഭാഗത്ത് യാ എന്നുള്ള ഒരു പദമാണ്, ഉലി എന്നുള്ള വേറെ പദമാണ്. അതുകൊണ്ട് തന്നെ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. ആ യാ ഉലി എന്നുള്ളത് എഴുതി കണ്ടു കഴിയുമ്പോൾ ഒറ്റ പദമായിട്ട് തോന്നും, അല്ല, അത് രണ്ടും വ്യത്യസ്ത പദങ്ങളാണ്. അതുകൊണ്ട് അവിടെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. യാ ഉലിൽ അബ്സ്വാർ, അവിടെ ബാഇന് സുക്കൂന്, അബ്സ്വാർ കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. അബ്സ്വാർ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ ഭാഗത്ത് വന്ന ഗ്രാമർ നോക്കാം. മാ ലനന്തും,
ലന്ന എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേർന്നപ്പോഴാണ് ലനൻതും എന്നുണ്ടായത് നമ്മൾ സൂചിപ്പിച്ചു. എങ്ങനെയാണത് ആ രൂപത്തിലേക്ക് വന്നത്? ഈ മാളിയായ ക്രിയകളുടെ അവസാനത്തിൽ അൻതും പോലെയുള്ള ലമീറുകൾ ചേർക്കുമ്പോൾ ആ മാളിയായ ക്രിയയുടെ അവസാനത്തിൽ സുക്കൂന് കൊടുത്തിട്ടാണ് ചേർക്കുക. ഉദാഹരണത്തിന് കതബ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നമ്മൾ അൻതും എന്ന് ചേർക്കുമ്പോൾ കതബ അൻതും എന്നല്ല പറയുക, കതബ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനാക്കും, അപ്പോൾ കതബ് എന്നാവും. പിന്നെ തും എന്ന ചേർക്കുക, അപ്പോൾ കതബ് തും എന്നാണ് വരിക. അതേപോലെ ഈ ലന്ന എന്ന പദത്തിൻ്റെ കൂടെ അൻതും എന്ന് ചേർക്കുമ്പോൾ ലന്ന എന്ന പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂനിട്ടിട്ടല്ലേ തും എന്ന് ചേർക്കേണ്ടത്. പക്ഷേ എങ്ങനെയാണ് ലന്ന എന്ന പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂന് കൊടുക്കുക? ആദ്യം നമുക്ക് ആ ലന്ന എന്ന പദത്തിൻ്റെ അവസാനത്തിലുള്ള ഷദ്ദുള്ള നൂൻ എന്ന് പിരിച്ചെഴുതി വെക്കാം. അങ്ങനെയാകുമ്പോൾ ഒരു സുക്കൂനുള്ള നൂനും കിട്ടും, ഒരു ഫത്തഹുള്ള നൂനും കിട്ടും. എന്നിട്ടാണ് തും എന്ന് ചേർക്കേണ്ടത്. അപ്പോൾ ആ ഫത്തഹുള്ള നൂനിനെ വീണ്ടും സുക്കൂനാക്കിയിട്ട് തും എന്ന് ചേർത്താൽ അടുത്തടുത്ത് 2 സുക്കൂനുള്ള നൂനുകൾ വരും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ അവിടെ ചെയ്യുന്ന മാർഗം ആ ഫത്തഹുള്ള നൂനിനെ ആദ്യം സുക്കൂനുള്ള നൂനിനെ രണ്ടാമതും ആക്കിയിട്ട് മാറ്റിയിരുത്തും. അപ്പോൾ ല ന ന എന്നുള്ളത് ല ന ന് എന്നായിട്ട് മാറും. ല ന ന് തും. അങ്ങനെയാണ് ലനൻതും എന്നായി മാറിയത്. ഐ യഹ്റുജു, ഖറജ അത് മാളിയാണ്, യഹ്റുജു മുലാരിയാണ്, യഹ്റുജൂന ബഹുവചനാണ്. മുലാരിയായിട്ടുള്ള ഒരു ക്രിയയുടെ മുമ്പിൽ അൻ വരുമ്പോൾ ആ മുലാരിയായിട്ടുള്ള ക്രിയക്ക് നസ്ബ് കിട്ടും. സാധാരണഗതിയിൽ ഫത്തഹ കൊണ്ടാണ് അത് കൊടുക്കുക. ഇപ്പോൾ യക്തുബു എന്നുള്ളതിന് മുമ്പിൽ അൻ ചേർത്താൽ ഐ യക്തുബ എന്നാണ് വരിക. പക്ഷേ ഈ വാവു നൂനും വരുന്ന ബഹുവചന രൂപ ക്രിയകളാണെങ്കിൽ അതിൻ്റെ ആ നൂൻ അങ്ങ് കളയാ ചെയ്യുക. അപ്പോൾ യഹ്റുജൂന എന്നുള്ളതിന് മുമ്പിൽ അൻ വരുമ്പോൾ ഐ യഹ്റുജൂ എന്നായിട്ട് മാറും. വലന്നു അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ലന്ന ലന്നാ ലന്നു. ലന്ന എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. ലന്ന 2 പേർ ചിന്തിച്ചു. ലന്നു അവർ ചിന്തിച്ചു, കുറേ പേർ ചിന്തിച്ചു. പിന്നെ മിനല്ലാഹി എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. അതുകൊണ്ടാണ് അല്ലാഹി എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. ഇനി മിൻ എന്ന് എന്തുകൊണ്ട് മിന എന്നായി മാറി? മിൻ എന്നവിടെ എഴുതി കഴിഞ്ഞാൽ മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന്, അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ ആദ്യത്തെ അക്ഷരം, ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം, അതായത് ഷദ്ദുൽ ലാമ്, അതിനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ സുക്കൂനുള്ള ലാമാണ് ആദ്യം വരിക. അപ്പോൾ അവിടെ മിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിലൊരു സുക്കൂന് വന്നു. അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ ആദ്യത്തെ അക്ഷരം പിരിച്ചെഴുതുമ്പോൾ അവിടെയും ഒരു സുക്കൂന് വന്നു. അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് മിന എന്നാക്കിയത്. മിനല്ലാഹി. ഫ അത്താഹുമുല്ലാഹു, അവിടെയൊക്കെ ഫ അത്താഹും എന്നാണ്. എന്തുകൊണ്ട് അത്താഹുമു എന്നായി? ആ മീമിന് സുക്കൂനാണ് ശരിക്ക്, ഫത്താഹും എന്നാണ്. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ അവിടെ സുക്കൂനുള്ള മീം കൊടുത്താൽ അള്ളാഹു എന്നുള്ളതിന് തുടക്കത്തിലുള്ള ആ ലാമിനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ അവിടെയും ഒരു സുക്കൂന് വരും. ആ പ്രശ്നം ഒഴിവാക്കാനാണ് അത്താഹുമു എന്നാക്കിയത്. മിൻ ഹൈസു, അവിടെ ശരിക്കും മിൻ ഹർഫ് ജറാണ്. പക്ഷേ ഹൈസു എന്നുള്ള ആ പദത്തിന് മാറ്റമൊന്നും വരില്ല. അതങ്ങനെ മാറാത്തൊരു പദമാണ്. ലം യഹ്തസിബു, യഹ്തസബ എന്നാണ് മാളിയായ പദം. വിചാരിച്ചു, ചിന്തിച്ചു എന്നൊക്കെ അർത്ഥം, കണക്കാക്കി എന്നൊക്കെ. അതിൻ്റെ മുലാരി യഹ്തസിബു എന്നാണ്. വിചാരിക്കും, വിചാരിക്കുന്നു. ബഹുവചന രൂപം യഹ്തസിബൂന. ലം വന്നു കഴിഞ്ഞാൽ മുലാരി ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വന്നു കഴിഞ്ഞാൽ ആ മുലാരി ആയിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടുന്ന പറയാം. സാധാരണ സുക്കൂന് കൊണ്ടാണ് കൊടുക്കുക. ഇപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നാൽ ലം യക്തുബ് എന്നാണ് വരിക. പക്ഷേ ഇവിടെയുള്ള പോലെ വാവു നൂനൊക്കെ വരുന്ന ബഹുവചന രൂപത്തിലുള്ള മുലാരി ആയിട്ടുള്ള ക്രിയകളാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ നൂൻ അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ലം യഹ്തസിബു എന്നായി മാറും. വ ഖദഫ ഫി ഖുലൂബിഹിം, ഖുലൂബുഹും എന്നാണ് ശരിക്കും അവിടെ വാക്ക്. ഫീ വന്നതുകൊണ്ട് ഫി ഖുലൂബി എന്നായി മാറി. ഫീ ഇല്ലെങ്കിൽ ഖുലൂബു എന്നായിരിക്കും. കാരണം ഫീ ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. അതുകൊണ്ടാണ് ഖുലൂബി എന്ന് കിട്ടിയത്. ഇനി അർ റുഅബ എന്നുള്ളത് ശരിക്കത് മഫൂലും ബിഹിയാണ്. ഏതിൻ്റെ? ഖദഫ എന്നുണ്ട്. ഖദഫ എറിഞ്ഞു കൊടുത്തു, ഇട്ട് കൊടുത്തു. എന്താണ് ഇട്ട് കൊടുത്തത്? അർ റുഅബ, പേടി. അപ്പോൾ ആ പേടി എന്നുള്ള ഭാഗം, റുഅബ എന്നുള്ള ഭാഗം, അത് മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും. അതുകൊണ്ടാണ് റുഅബ എന്ന് ഫതഹ ഇട്ടിട്ട് എഴുതിയത്. യുഖ്രിബൂന ബുയൂത്തഹും, യുഖ്രിബൂന അവർ പൊളിക്കുന്നു, അവർ നശിപ്പിക്കുന്നു. എന്ത്? ബുയൂത്തഹും, ബുയൂത്ത. അവിടെ ആ ബുയൂത്ത എന്ന് നസ്ബുള്ള രൂപത്തിൽ എഴുതാൻ കാരണം അത് മഫൂലും ബിഹിയാണ്. അവർ പൊളിക്കുന്നു. എന്താണ് പൊളിക്കുന്നത്? അവരുടെ വീടുകളെ. അപ്പോൾ അത് മഫൂലും ബിഹിയാണ്, കർമ്മമാണ്, ഒബ്ജക്റ്റാണ്.
ബി ഐദിഹിം വ ഐദിൽ മുഅ്മിനീന, ആ ഒരു വ ഐദിൽ മുഅ്മിനീന എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ ഐദ് എന്നുള്ളതിനെ മുഅ്മിനൂൻ എന്നുള്ളതിലേക്ക് ചേർത്തു. ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും, അതിന് ജറായിരിക്കും ഇറാബ്. അപ്പോൾ മുഅ്മിനൂൻ എന്നുള്ളതിന് ജറ് കിട്ടണം. എങ്ങനെയാണ് കൊടുക്കുക? വാവും നൂനും വരുന്ന ബഹുവചന രൂപങ്ങളാണെങ്കിൽ അതിന് ജറ് കൊടുക്കാൻ ആ വാവ് മാറ്റി യാ ആക്കും. അപ്പോൾ മുഅ്മിനൂൻ എന്നുള്ളത് മുഅ്മിനീൻ എന്നായി മാറി. കാരണം അത് മുലാഫിൻ ഇലൈഹിയാണ്, ജറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഫഅ്തബിറൂ, അത് കൽപ്പനക്രിയയാണ്, ബഹുവചന രൂപമാണ്. ശരിക്കും എഴുത്തബിർ, നീ ഗുണപാഠം ഉൾക്കൊള്ളു. കുറേ പേരോട് പറയുമ്പോൾ എഴുത്തബിറൂ, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുവീൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.